I got a secret, and nobody knows. ഹലോ ഗേസ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗേസ്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സന്തോഷിച്ച് നടക്കുകയായിരുന്നു ഗേസ്. എന്താണെന്നറിയാമോ ഗേസ്, ഇന്ന് നമ്മൾ ആ സത്യം അറിഞ്ഞിരിക്കുന്നു ഗേസ്. നമുക്ക് ഒരു ദിവസം സ്പൈഡർമാൻ ആവാനുള്ള അവസരമുണ്ടെന്ന്. അത് കേട്ടതും എനിക്ക് വളരെ സന്തോഷമായി ഗേസ്. അപ്പോൾ തന്നെ ഞാൻ പോയി ടി വി ഇട്ട് നോക്കിയപ്പോൾ ടി വി കാണിക്കുന്നു ബിക്കം സ്പൈഡർമാൻ ഫോർ 1 day എന്ന്. അപ്പോൾ തന്നെ ഞാൻ സന്തോഷ വാർത്തയും കൊണ്ട് ഓടി ഗേസ്. പുറത്ത് പോയി നിന്ന് നോക്കാം നമുക്ക് സ്പൈഡർമാൻ ആവാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഗീസ്. ആ സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഒന്ന് കിട്ടിയാൽ മതി ഗീസ്. ആ പീറ്റർ പാർക്കറിനെയൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഗീസ്. ഞാൻ സ്പൈഡർമാൻ ആവാൻ പോകണമെന്ന് വെച്ചാൽ അതൊക്കെ വലിയൊരു കാര്യമാണ് ഗീസ്. നമുക്ക് RJ Stool സ്പൈഡർമാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഗീസ്. ഓക്കെ ഗീസ്, RJ Stool എടുത്തിട്ടുണ്ട്. SPIDERMAN സ്പൈഡർമാൻ. ഓക്കെ സ്പൈഡർമാൻ സെർച്ച് എന്താണ് കംപ്ലീറ്റ് ആൾ ടെസ്റ്റസ് ടു ബി സെലക്ടഡ്. എന്തോ ടെസ്റ്റ് ചെയ്യാനാണ് ഈ പറയുന്നത്. ടെസ്റ്റൊക്കെ തരൂ. only one suit if your size match you pass, give your fitting in our shop. ഓക്കെ ഗീസ്, യവന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗീസ്, നമ്മുടെ അളവിനുള്ള ഒരു ഡ്രസ്സ് അവന്മാരെ കടയിൽ കൊടുക്കണമെന്നാണ് ഗീസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗീസ്, നമുക്ക് പോയി അളവങ്ങ് കൊടുക്കാം ഗീസ്. അഥവാ സ്യൂട്ട് വല്ലതും നമ്മളെ കറക്റ്റ് അളവിന് തയ്ക്കാനായിരിക്കും ഗീസ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് ഗീസ് അതുവഴി കയറി പോകാൻ പറ്റും ഗീസ്. നിങ്ങൾക്ക് സ്ഥലം ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് ഗീസ് നമ്മൾ ഈ വഴി പോകുന്നത്. ആ വഴി പോകുന്നതാണ് ഗീസ് എളുപ്പം. ഓക്കെ ഗീസ്, സ്ഥലം എത്തിയിട്ടുണ്ട് ഗീസ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മൾ ഇറങ്ങിപ്പോയി നമുക്ക് നോക്കാം ഗീസ് എന്താണ് സംഭവിക്കുന്നതെന്ന്. നമുക്ക് അളവ് കൊടുക്കാം ഗീസ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമൊന്നുമില്ലല്ലോ ഗീസ്, സോറി ഗീസ്. നമുക്ക് അളവ് കൊടുക്കാം ഗീസ്. എവിടെ നമുക്ക് അളവ് കൊടുത്താം. ഓക്കെ, നമുക്ക് എല്ലാ ഡ്രസ്സും ഗീസ്, എല്ലാ ഡ്രസ്സും അങ്ങ് കണ്ടോ ഗീസ്. നമ്മളിലാകപ്പാടെ 4-5 ഡ്രസ്സേ ഉള്ളൂ ഉടുപ്പ് ഗീസ്. അതിൻ്റെ അളവൊക്കെ അങ്ങ് എടുക്കട്ടെ. എല്ലാത്തിൻ്റെയും ഒന്ന് എടുത്താൽ നല്ല കംഫർട്ടായി നമുക്ക് സ്പൈഡർമാൻ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് തരില്ലോ അവന്മാർ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഉടുപ്പ്. പിന്നെ കുറച്ച് നിക്കറിൻ്റെ കൊടുക്കണം. ഈ നിക്കറിൻ്റെ കൊടുക്കണം. ഈ പാൻറ്റിൻ്റെ കൊടുക്കാം. അഥവാ നിക്കർ അടിച്ചതെന്നാണ് കേട്ടത്. ഓക്കെ ഗീസ്, അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് പോകാം. ഓക്കെ ഗീസ്, അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ ഷുഡ് ബി ഫിസിക്കൽ ഫിറ്റ്, റൺ ടു യുവർ ഹോം അണ്ടർ 1 minute ഗീസ്. ഓക്കെ ഗീസ്, നമുക്ക് ഇതുവഴി ഓടാം ഗീസ്. ഇതുവഴി നമുക്ക് 1 minute, കറക്റ്റ് 1 minute കൊണ്ട് നമുക്ക് വീട്ടിലെത്തണം ഗീസ്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഗീസ്. ഞാൻ ഓടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം നഷ്ടമാണ് ഗീസ്. നമുക്ക് ഇതുവഴി പോകുന്നതാണ് എളുപ്പം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് ഗീസ്. അത് ഇതാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഓടി അങ്ങ് താഴെ നമുക്ക് നൈസിൽ എത്താം ഗീസ്. ഓക്കെ, നമുക്ക് ഇതിലേക്കൂടെ ഓടി നമുക്ക് എത്താം ഗീസ്. എനിക്ക് ചെറുതായിട്ടൊന്നും വയ്യാതാവും. ഇതൊക്കെ ചെറിയൊരു ടാസ്ക് എന്നാണ് ഗീസ് വിചാരിച്ചത്. വീട്ടിൻ്റെ അകത്ത് ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നോണ്ട് ഗീസ് എനിക്ക് ഓടാനൊന്നും വയ്യ. വയറൊക്കെ വല്ലാതെ വേദന എടുക്കുന്നു ഗീസ്. എനിക്ക് ഒട്ടും വയ്യ ഗീസ്. നമുക്ക് സ്പൈഡർമാൻ ആവാൻ പറ്റുമോ ഗീസ്? അതിലൊന്നും അല്ല ഗീസ് കാര്യം. നമുക്ക് 1 minute കൊണ്ട് അവിടെ എത്തണമെന്നാണ് ഗീസ് പറയുന്നത്. എനിക്ക് ഇത്രയും സ്പീഡേ ഉള്ളൂ ഗീസ്. എനിക്ക് ഇത്രയും സ്പീഡേ ഉള്ളൂ. നമുക്ക് ടക്കെന്ന് ഓടാൻ ഗീസ്. എനിക്ക് ശ്വാസം മുട്ടിയിട്ടാണെങ്കിൽ വയ്യ. ഓക്കെ ഗീസ്, അത് കുഴപ്പമില്ല ഗീസ്. നമുക്ക് എന്തായാലും നമുക്ക് അവിടെ എത്തുന്നതാണ് ഗീസ് പ്രധാനം. നമ്മുടെ സ്പൈഡർമാനാണ് ഗീസ് നമുക്ക് പ്രധാനം. ഓക്കെ ഗീസ്, സ്പൈഡർമാൻ എവിടെ എത്തി ടക്കം നമുക്ക് വീട്ടിൽ കയറാം ഗീസ്. വീട്ടിൽ കയറാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. നമ്മൾ രണ്ടാമത്തെ ടാസ്ക്കാണ്. ഓക്കെ, കംപ്ലീറ്റ്. അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കാം ഗീസ്. അടുത്ത ടാസ്ക് ഫൈൻഡ് ദ ജെറ്റ് പാക്ക് ഗീസ്. ഇത് കാടല്ലേ ഗീസ്? ഇത് മറ്റേ സ്ഥലം ഏതോ ജുറാസിക് പാർക്കാണ് ഗീസ്. ഇത് ജുറാസിക് പാർക്കാണ് ഗീസ്. എവിടെ പോകണമെങ്കിൽ നമുക്ക് ഈ കാറിൽ പോകണോ? വേണ്ട ഗീസ്, നമ്മളെ സീക്രട്ട് ബൈക്ക് ഉണ്ട് ഗീസ്. നമ്മൾ അവിടെ നിന്ന് അടിച്ചോണ്ട് വന്ന സീക്രട്ട് ബൈക്ക് അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ്റെ മോൻ്റെ ബൈക്കാണ് ഗീസ്. ഇത് നമ്മളങ്ങ് അടിച്ച് വീട്ടിൻ്റെ ബാക്കിൽ കൊണ്ട് വെച്ചിരിക്കുന്നു ഗീസ്. ആരെങ്കിലും വന്നാലും ഫ്രണ്ടിൽ നോക്കിയിട്ട് അങ്ങ് പൊയ്ക്കോളും. നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നതാണ് ഗീസ്. ഈ ഡ്യൂക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗീസ്. അതുകൊണ്ടാണ് ഗീസ് ഞാൻ അവിടെ നിന്ന് അടിച്ചോണ്ട് വന്നത്. നമ്മൾ ഹെൽമെറ്റ് വെച്ച് സേഫായിട്ട് പോവാൻ ഗീസ്. ഡ്യൂക്ക് നമുക്ക് അഥവാ നമ്മുടെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിന്നെ അവന്മാർ അവിടെ വന്ന് നമ്മുടെ ഫോട്ടോ എല്ലാം പിടിച്ച് കഴിഞ്ഞാൽ അതിന് പെറ്റിയടിക്കേണ്ടി വരും. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട് ഗീസ്. അങ്ങനെ ഞാൻ ഇവിടെ കാട് എവിടെയെന്ന് പറഞ്ഞ് ടക്കെന്ന് തപ്പയാണ് ഗീസ്. അല്ലാത്ത സമയത്ത് കാടിലൊക്കെ എത്തുന്നു ഗീസ്. ഓക്കെ ഗീസ്, നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യാനാണ് ഗീസ് വിചാരിച്ചത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് 3ാമത്തെ ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് ബൈക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഗീസ്. ഓക്കെ ഗീസ്, നമുക്ക് ബൈക്കിൽ ഗീസ് നമുക്ക് എത്താറായി, സ്ഥലം എത്താറായി. ഓക്കെ, നമ്മളങ്ങനെ കാട് കണ്ടിട്ടുണ്ട്. ഇതുവഴി കയറാമെന്ന് വെച്ചാൽ ഗീസ് യവന്മാർ അവിടെ എന്തോ മതിലൊക്കെ എന്തോ കെട്ടി വെച്ചിരിക്കുന്ന പട്ടികൾ എന്തെങ്കിലും ആവട്ടെ ഗീസ്. അത് വിട്, നമുക്ക് ഒരു കാര്യം ചെയ്യാം.
അത് അതിൻ്റെ ഫ്രണ്ട് വഴി അങ്ങ് കയറി പോവാം ഗീസ്. എവിടെ റൈനോസറൊക്കെ ഉണ്ടെന്നാണ് ഗീസ് ഞാൻ അറിഞ്ഞത്. എനിക്ക് പേടിയാണ് ഗീസ്. ജുറാസിക് പാർക്കിലാണ് ഗീസ് ആ സാധനം. യവന്മാർ എന്തൊക്കെ ടാസ്ക്കാണ് തരുന്നത് ഗീസ്. യവന്മാരെ പ്ലാനിങ് എന്താണെന്നറിയാമോ ഗീസ്? നമ്മൾ ഈ ടാസ്ക് ചെയ്ത് ജയിക്കരുത്, നമ്മൾ എങ്ങനെയെങ്കിലും ചാവണം. അതാണ് ഗീസ് യവന്മാരെ പ്ലാൻ. ഓക്കെ, ജുറാസിക് പാർക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ തുറന്നു തന്നിട്ടുണ്ട്. താങ്ക് യു ജുറാസിക് പാർക്ക്. എന്തായാലും പാർക്ക് കൊള്ളാം. നമ്മുടെ മരണത്തിലേക്കാണോ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗീസ്. മരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സ്പൈഡർമാൻ ആവാൻ പറ്റില്ല ഗീസ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി ടക്കെന്ന് തരയുന്നു ഗീസ്. റൈനോ ഗീസ്. ഞാൻ ടക്കെന്ന് ഇങ്ങനെ തിരഞ്ഞു ഗീസ്. അവസാനം എനിക്ക് തല പുളക്കുന്നു ഗീസ്. നമുക്ക് ഈ ഹെൽമെറ്റൊക്കെ ഊരി കളയാം ഗീസ്. അങ്ങനെ നമ്മൾ എന്താണ് ഗീസ്? ഓക്കെ ഗീസ്, കിട്ടി ഗീസ്. ഇതാണ് ഗീസ് സംഭവം. നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം ഗീസ്. ഗോ ടു ദിസ് ഹൈറ്റ് ആൻഡ് ഡോണ്ട് ഗെറ്റ് സ്കേർഡ്. സ്പൈഡർമാൻ ഷുഡ് നോട്ട് ഫിയർ ഹൈറ്റ്. ഓക്കെ ഗീസ്, നമുക്ക് സ്പൈഡർമാൻ ഹൈറ്റ് പേടിയില്ലെന്നാണ് ഗീസ് യവന്മാർ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, നമുക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പറക്കാം ഗീസ്. എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയുണ്ട് ഗീസ്. നമുക്ക് പേടിയില്ലാത്തതുപോലെ അഭിനയിച്ച് കാര്യങ്ങൾ ടാസ്ക് ഒക്കെ ചെയ്യാം ഗീസ്. എനിക്ക് ഇച്ചിരി ഹൈറ്റൊക്കെ പേടിയുള്ള ഒരാളാണ്. എവിടെ നിന്ന് വീഴുന്ന കയ്യാങ്കാല ഒടിഞ്ഞാൽ തീർന്നില്ലേ ഗീസ് കാര്യം. ഓക്കെ ഗീസ്, നമുക്കതൊക്കെ ഏറ്റവും ടോപ്പിലാണ് ഗീസ്. അതാണ് ഗീസ് അവന്മാർ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മണ്ടേ കയറി നിൽക്കാൻ ഗീസ്. നേരെ പോയി ഓക്കെ ലെറ്റ്സ് ഗോ ടു. ഇതിൻ്റെ മണ്ടേ കയറി നിൽക്കാം. എവിടെ വരൂ, ലാൻഡ് ആവൂ. കറക്റ്റായിട്ട് ലാൻഡ് ആവട്ടെ ഗീസ്. കറക്റ്റായിട്ട് ലാൻഡ് ആവട്ടെ. അവന്മാർ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വന്ന് നിന്നിട്ടുണ്ട്. ഇനി സ്പൈഡർമാൻ ആയില്ലെങ്കിൽ അവന്മാരെല്ലാം ഞാൻ കൊല്ലും. അവരെല്ലാം അടിച്ച് ഞാൻ കൊല്ലും. നോക്കിക്കോ ഗൈസ്, നമ്മളെവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗീസ്. അടുത്ത് നോക്കാം. 3 ഗാങ്സ്റ്റർ ഹിയർ ഫൈറ്റ് ദം. ഓക്കെ ഗീസ്, ഏതെങ്കിലും ആൾക്കാരെ പിടിച്ച് അവന്മാരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ ഗീസ്. തോപ്പിച്ച് നമുക്ക് അടിച്ചങ്ങ് കൊല്ലാൻ ഗീസ്. ആദ്യമായിട്ടാണ് ഗീസ് ഞാൻ കൊലപാതകമൊക്കെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ നിൽക്കണേ ഗീസ്, സപ്പോർട്ട് ചെയ്ത്. ഓക്കെ ഗീസ്, നമുക്ക് ഫസ്റ്റ് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാം. ലാൻഡ് ചെയ്യാതെ വന്ന് വിഴയാറ്റം ചെയ്താൽ നാണെങ്കിലും. ഓക്കെ ഗീസ്, ടക്കാന്ന് ലാൻഡ് ചെയ്യാം പെട്ടെന്ന്. ഇതെന്താണ് ഗീസ്, ഇറങ്ങണേ ഇല്ല ഈ സാധനം. ഈ കുന്ത്രാണ്ടം പണി ആയല്ലോ ഗീസ്. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാറിൽ പോണവനെ പിടിച്ചു ചേർത്താം. ഡേയ്, അയ്യോ ഗീസ്, വീണ്ടും സ്വിച്ച് മാറിപ്പോയല്ലോ ഗീസ്. ഡേയ്, നിർത്തടാ ആർക്കാ അങ്ങോട്ട്. ഓ, ഇത്രയും വലിയ ഇറങ്ങടാ പട്ടി അങ്ങോട്ട്. ഓക്കെ ഗീസ്, ഒരുത്തനെ നമ്മൾ അങ്ങ് കാറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് 3 എണ്ണത്തിനെ അടിച്ച് തോപ്പിക്കണം. യവനെ അതിൽ കൂട്ടണ്ട ഗീസ്. യവൻ ചള്ളു പയ്യനല്ലോ ഗീസ്. ഓക്കെ, ദൂരത്തെ കാറും കൊണ്ടുപോകും. ദൈവമേ, എൻ്റെ കാറിൽ ഇടിച്ച്. പട്ടി, എൻ്റെ കാറിലാണ് നീ ഇടിക്കുന്നത് ഗീസ്. ഓക്കെ, അവൻ്റെ കാര്യം അങ്ങ് പോട്ടെ. എവിടെ അവൻ ചത്താ? നീ അവിടെ കട, നിന്നെ നോക്കിക്കോ. ഫസ്റ്റ് കേസ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കാം. സ്പൈഡർമാൻ ആണെന്ന് കേസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് റിവഞ്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് അവനെ എടുത്തിട്ട് അടിക്കാം. ഡേ കേസ് ഓക്കെ, അവനെ ഇടിക്കാൻ തുടങ്ങി കേസ്. നമുക്ക് പവറായിട്ട് ഇടിക്കുമെങ്കിൽ നമുക്ക് സ്പൈഡർമാൻ ആവണ്ടേ കേസ്. ഓക്കെ കേസ്, അവനെ ഇടിച്ച് കൊല്ലും കേസ്. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട് കേസ്. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആരാണ് കേസ്? അടുത്ത ഈ കളവൻ. ഈ കളവൻ അങ്ങ് തട്ടിക്കളയാം. കളവൻ ഡേ മക്കളെ നില്ലി. കളവനും അങ്ങനെ തട്ടിപ്പോയി ഗേസ്. കളവൻ അങ്ങനെ തട്ടിപ്പോയി ഗേസ്. ഇനിതോ ഗേസ്, ഇനി ഇവിടെ ആരും ഇല്ലല്ലോ ഗേസ്. ആ ചേച്ചി നമുക്ക് കൊല്ലാം ഗേസ്. ഓക്കെ, ചേച്ചിയെ നമുക്ക് കൊല്ലാം. ചേച്ചി എവിടെ? ഓക്കെ, ചേച്ചിയുടെ അടുത്തെത്തി. ചേച്ചി സുഖം തന്നെ? ശരി ഗേസ്. ഓക്കെ, ചേച്ചി ഒരൊറ്റ വീഡിയോയിൽ വീഴുന്നിട്ടുണ്ട് ഗേസ്. പാവം ചേച്ചി ഗേസ്. നമുക്കിനി ടെലിപ്പോർട്ട് ചെയ്യാം ഗേസ്. ഓക്കെ, ടെലിപ്പോർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ അവിടെ വന്ന് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ അവിടെ പോയിട്ട് ഡ്യൂക്ക് അവിടെ ഇട്ടിട്ട് വന്ന് നമ്മൾ മറ്റേ സാധനത്തിൽ കയറി പോയപ്പം ഡ്യൂക്ക് എടുക്കാനാണ് ഗേസ് പോയത്. ഓക്കെ, ഡ്യൂക്ക് എടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഗേസ്. ഓക്കെ ഗേസ്, നമ്മൾ സേഫ് ആണ് ഗേസ്. ഡൈനോസർ ഒന്നും നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ ബൈക്കുള്ളതുകൊണ്ട് അവന്മാരെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഗേസ്. ഓക്കെ, നമുക്കിനി അടുത്ത ടാസ്ക് നോക്കാം. കുറേ ടാസ്ക് ആയത്. ഓക്കെ ഗേസ്, പ്രിസണർ ഇൻ ജയിൽ കിൽ ഹിം സ്റ്റീറ്റ്ലി. ഓക്കെ ഗേസ്, രഹസ്യമായി അവനെ കൊല്ലാനാണ് ഗേസ് യവന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഗേസ് യവന്മാർ തരുന്നത്? എന്തൊക്കെ ടാസ്ക്കാണ് തരുന്നത്? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഗേസ്, ഫസ്റ്റ് നമ്മളെ ബൈക്ക് കൊടുത്തോണ്ട് പോകാമെന്നാണ് ഗേസ് വിചാരിച്ചത്. ഓക്കെ ഗേസ്, ബൈക്ക് വേണ്ട ഗേസ്. ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ക്യാറ്റ് ആവും. ബ്ലാക്ക് ക്യാറ്റ്. ഇപ്പോൾ ഗേസ് നമ്മൾ വൈറ്റ് ക്യാറ്റ് ആണ്. നമുക്കിനി ബ്ലാക്ക് ക്യാറ്റ് ആവാം. ഓക്കെ ഗേസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ ഞാൻ ഇവിടെ കാണിക്കില്ല ഗേസ്. ഓക്കെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ കറുത്ത ഉടുപ്പും കറുത്ത നിക്കറും ഗേസ്, കറുത്ത മാസ്കും, പിന്നെ നമ്മളെ മുടിയില്ലാത്ത തലയിൽ ഒരു തൊപ്പി എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ വന്നിട്ടുണ്ട് ഗേസ്. നമ്മൾ കട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ സീക്രട്ട് ബൈക്ക് എടുത്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, നമുക്ക് പുറത്തോട്ട് പോയി എന്തൊക്കെയാണ് കാര്യങ്ങൾ അവനെ കൊല്ലണം ഗേസ്. എന്നാലും ആ പാവങ്ങളെ കൊല്ലാൻ ഞാൻ കൂട്ട് നിൽക്കില്ല ഗേസ്. എന്നാലും ഓക്കെ, നമുക്ക് സ്പൈഡർമാൻ അവനെ കരുതി എത്ര കുറ്റകൃത്യങ്ങളാണ് അവന്മാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗേസ്. ഒരിക്കൽ കൂടെ നമുക്ക് പോയി ചെയ്യാം. തുണിയടിക്കാൻ പറഞ്ഞത് ഓക്കെ. അവന്മാർ ഇത് കൊല്ലാനൊക്കെ പറയുന്നത് എത്രാമത്തെ ആളിനെയാണ് ഗേസ് നമ്മൾ കൊല്ലാൻ പോകുന്നത്? 4ാമത്തെ ആളിനെ. നമ്മുടെ അതൊക്കെ പോട്ടെ ഗേസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈക്ക് എവിടെ വെക്കണമെന്ന് ഡൗട്ടാണ് ഗേസ്. യവൻ പുലിയാണ് കേട്ടാ. യവൻ മതിലിൻ്റെ മണ്ടയിലൊക്കെ കയറി കൂടെ പോവും. പക്ഷേ യവൻ മണ്ടനാണ് കേട്ടാ ഗേസ്. കയറേ ഉള്ളൂ, ഫുള്ള് കയറൂല ഗേസ്. ഓക്കെ, നമുക്ക് കയറി പോവാം ഗേസ്.
ഗൈസ് ഫസ്റ്റ് തന്നെ ഗീസ് നമ്മൾ വന്ന് തറയെ വീണിട്ടുണ്ട് ഗീസ്. എന്താണ് ഗീസ് ഇവന്മാർ മതിൽ ഇച്ചിരി വലുതാക്കി തോന്നുന്നുണ്ട് ഗീസ്. നമ്മൾ മുമ്പ് ഇതിൽ അവിടെ കയറി വന്നിട്ടുള്ളതാണ് ഗീസ് വാടകക്കാരനെ കൊല്ലാൻ. ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗീസ്, അത് വേറെ കഥയാണ് ഗീസ്. അതിൽ ഞാൻ കൊന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒരു ഭയമില്ലാതില്ല. ഓക്കെ ഗീസ് നമുക്ക് ബൈക്ക് അവിടെ വെച്ചിട്ട് കയറി പോവാം ഗീസ്. ഈ നാശം പിടിച്ച ഈ ബൈക്ക് എന്താണ് ഗീസ്, ബാക്കിൽ നിന്നൊക്കെ പുക വരുന്നു, പൊട്ടിത്തെറിക്കോ ഗീസ്. ഇത്ര ദിവസം വീടിനകത്ത് ഇരുന്നോണ്ട് പെട്രോൾ ഇല്ല ഗീസ്. ഇവിടെ അങ്ങോട്ട് മാറുന്നില്ല ഗീസ്. എവൻ നമുക്ക് ചവിട്ടിയെടുത്ത് അങ്ങോട്ട് ഇടാം ഗീസ്, അങ്ങോട്ട്. ഓക്കെ ഗീസ് നമുക്ക് കയറിപ്പോ രഹസ്യമായിട്ടാണ് ഗീസ്. അതിൽ എഴുതിക്കാൻ പറഞ്ഞല്ലോ ഗീസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഗീസ്, രഹസ്യമായിട്ട് കൊല്ലണമെന്നാണ് ഗീസ് പറഞ്ഞിട്ടുള്ളത്. കള്ളത്തനമാണ്. ഓക്കെ നമുക്ക് രഹസ്യം നമ്മൾ പതുക്കെ നടന്നു പോകണം. നമ്മളെ കാലിൻ്റെ ഒരു ശബ്ദം പോലും ആരും കേൾക്കാൻ പാടില്ല. നമുക്ക് ഗീസ് നോക്കണം, നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കാം ഗീസ്. അത് പാവം കളവാൻ ഗീസ്. ആ ജയിലിൽ എന്തെങ്കിലും പരാതി കൊടുക്കാൻ വന്നിരിക്കും ഗീസ്. നമ്മളെ എനിമി ഇതോ അവൻ ഗീസ് പാവമാണ്. എന്നാലും ശരി കുട്ടാ, ബൈ. പോലീസ് അറിഞ്ഞു ഗീസ് എത്തി ഗീസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗീസ്, നമുക്ക് ടക്ക നോളാം. നമുക്ക് ഓടിപ്പോയി ബൈക്ക് കൊടുത്തോണ്ട് എവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗീസ്. ദൈവം ഈ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് ഒരുത്തനെ കൊല്ലണം എന്നൊക്കെ വെച്ചാൽ ഗീസ് കളിച്ച കളിയാണ്. എന്തായാലും വീണ്ടും അതിൻ്റെ മണ്ടേന്ന് വീഴുന്നിട്ടുണ്ട് ഗീസ്. ടെൻഷൻ കൊണ്ടാണ് ഗീസ് വന്ന് വീണത്. ഞാൻ മര്യാദയ്ക്ക് സേഫായിട്ട് എങ്ങനെയെങ്കിലും ചാടാമെന്ന് വിചാരിച്ചാണ് ഗീസ്. ഓക്കെ അതൊക്കെ വിടിക്കീസ്. നമ്മുടെ ബൈക്ക് അവിടെ ഗീസ് തൂക്ക് കിടക്കണ ബൈക്ക്. ഓക്കെ ഗീസ് നമുക്ക് ഈ ബൈക്ക് കൊടുത്തു. പോലീസ് അടുത്ത് വന്ന് ഗീസ് ഈ പോലീസ് നമ്മളെ കൊന്നാൽ നമ്മൾ അവസാനത്തെ ടാസ്ക്കാണ് ഗീസ്. ഇതും കൂടെ പോയാൽ ഗീസ് നമ്മൾ സ്പൈഡർമാൻ ആവാൻ പറ്റില്ല ഗീസ്. പോലീസ് സ്റ്റേഷൻ കൊന്നാൽ ഞാൻ പോലീസിനെ മുഴുവനോടെ കത്തിക്കുക ഗീസ്. അത് വേറെ കാര്യം. ഓക്കെ ഷൂട്ട് ചെയ്തു. ജസ്റ്റ് മിസ്സാണ് ഗീസ്. ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, നേരെ വീട്ടിൽ പോയി കയറിയ അവന്മാർ നമ്മളെ സംശയിക്കും, നമ്മളാണ് പ്രതിയെന്ന് അവന്മാർക്ക് മനസ്സിലാവും ഗീസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ പോയി നമുക്ക് കയറാം ഗീസ്. എന്തായാലും വീട്ടിൻ്റെ അകത്ത്. ഓക്കെ ഗീസ് നമുക്ക് എവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമുക്ക് മതിൽ ചാടി കയറാം ഗീസ്. മതിൽ ചാടി എത്ര പ്രാവശ്യമായി ഗീസ്. പെട്ടെന്ന് കയറാം ഗീസ്. അവന്മാർ ഇപ്പം വരും, പെട്ടെന്ന് കയറാം ഗീസ്. ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട്, സേഫാണ് ഗീസ്. ഓക്കെ ഗീസ് ഞാൻ വീണ്ടും വീഴുന്നു. ആരും ഒന്നും വിചാരിക്കല്ലേ ഗീസ്, എനിക്ക് മതിൽ ചാടാനൊക്കെ അറിയാം ഗീസ്. ഇത് ധൃതി ആയതുകൊണ്ടാണ് ഗീസ് അങ്ങ് വീഴുന്നു പോയത് ഗീസ്. ഇനി നമുക്ക് ഗീസ് അത് അവന്മാർ വന്നിട്ടുണ്ട് ഗീസ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് ഗീസ്. കേസ് അന്വേഷണമൊക്കെ വലുതായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗീസ്. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മളെ വീട്, അതുകൊണ്ടാണ് ഈ സീനായത്. ഫ്രണ്ടിലല്ല സൈഡിൽ എന്തെങ്കിലും ആവട്ടെ ഗീസ്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മളെ ബ്ലാക്ക് ക്യാറ്റ് ഊരി വെച്ചിട്ട് നമുക്ക് ഇനി വൈറ്റ് ക്യാറ്റ് ആവും. ഓക്കെ ഗീസ് എന്തെങ്കിലും ഓക്കട്ടെ ഗീസ്. ഈ ഡ്രസ്സൊക്കെ ടക്കുന്നുണ്ട് ഊരി വെക്കാം ഗീസ്. ഓക്കെ ഗീസ് നമ്മൾ നല്ല പയ്യനായി ഗീസ്. വെളുത്ത മുഖം മൂടി ധരിച്ചിട്ടുണ്ട് ഗീസ്. ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഗീസ്. ഓക്കെ ഗീസ് നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കാം ഗീസ്. ഇവന്മാർ എന്താണെന്ന് നോക്കട്ടെ ഈ പട്ടികൾ ഗീസ്. എന്തായാലും വീട് വെച്ചപ്പോൾ ഗ്ലാസ് വെച്ചത് നന്നായി, അല്ലെങ്കിൽ ആ പട്ടികൾ നമ്മളെ ഇവിടെ കൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഗീസ്. എവിടെ ഇതൊക്കെ ഗീസ് ഒരുത്ത സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തണം അവൻ്റെ കാറും കൊണ്ട്. കൊള്ളാം, ഇത് കൊള്ളാം. എവിടെ എന്തിനാ ഗീസ്, അത് പോലീസ് അല്ലേ ഗീസ്? പോലീസ് അല്ലെങ്കിൽ യുവമാർക്ക് എന്തൊരു വട്ടാണ്, പോലീസ് സ്റ്റേഷന് സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് കിടക്കുക ഗീസ്. നമുക്ക് ഇനി ടെലിപ്പോർട്ട് ചെയ്ത് പോകാം ഗീസ്. അവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഗീസ്. നമ്മളെ ഡ്യൂക്കും കൊണ്ട് വന്നിട്ടുണ്ട് ഗീസ്. നമ്മൾ ടെലിപ്പോർട്ട് ചെയ്തപ്പോൾ ഒറ്റയ്ക്കല്ല വന്നത്, നമ്മൾ സീക്രട്ട് വണ്ടി അവിടെ കിടക്കണുണ്ട് ഗീസ്. അതവിടെ കിടക്കട്ടെ. എന്തായാലും നമ്മൾ ഡ്യൂക്കും കൊണ്ട് ടെലിപ്പോർട്ട് ചെയ്തത് നന്നായി. ഇനി ഗീസ് നമുക്ക് അടുത്ത ഇനി എന്താണ് ഗീസ് ടാസ്ക് എന്നൊന്ന് നോക്കാം ഗീസ്. ഇനി ടാസ്ക് വല്ലതും ഉണ്ടോ ഗീസ്? ഓക്കെ നമുക്ക് ബൈക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് എവിടെ നിന്ന് തന്നെ ഗീസ് നോക്കാം. ആ പോലീസുകാരന്മാർ വല്ലോ വരുമോ? ഇല്ലല്ലേ ഗീസ്, വരില്ല. ഓക്കെ സ്യൂട്ട് ഡെലിവേർഡ്. ഇതെന്താണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത്? എടാ വാടാ എൻ്റെ ദേഹത്തോട്ട് കയറാ ഗീസ്. കറക്റ്റ് ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ ഉണ്ട് ഗീസ്. സ്യൂട്ടാണ് ഗീസ്. ഞാൻ സൂട്ടിട്ട് ഗീസ്. നിങ്ങൾ കണ്ടോ ഗീസ്? സ്പൈഡർമാനായി ഗീസ്. എത്ര വരെ കൊന്നാ എന്ത് ഗീസ്? ഇനിയും നമുക്ക് ആൾക്കാരെ വേണമെങ്കിൽ കൊല്ലാൻ ഗീസ്. അതൊന്നും ഒരു തെറ്റില്ല ഗീസ്. എനിക്ക് എഴയാൻ പറ്റുന്നു ഗീസ്. ഞാൻ എഴയുന്നത് നിങ്ങൾ കാണുന്നോ ഗീസ്? നിങ്ങളിത് വിശ്വസിച്ചോ ഗീസ്? നമുക്ക് ഇനി ഡൈം അടിക്കാം. പൊളി ഒന്നും കൂടെ പൊളി എൻ്റെ ദൈവം ഗീസ്. എനിക്ക് ഒരു പവർ ഗീസ്. ബിൽഡിങ്ങിൻ്റെ മണ്ടേ കൂടെ ഗീസ് നമുക്ക് യാത്ര വന്ന് റോബർ ചെയ്യാം ഗീസ്. അത് വേറെ കാര്യം. ഓക്കെ നമുക്ക് ഇനി വല വിട്ട് പറക്കാം. അടിപൊളി. ഈ വലയൊക്കെ വിട്ട് പറക്കുന്ന എന്തൊരു ഇതാണ് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഓക്കെ ഗീസ് എന്തായാലും സ്പൈഡർമാൻ ആയെന്ന് വെച്ചാൽ ഈ സ്പൈഡർമാനായി ജനിച്ചാൽ മതിയായിരുന്നു. അതിന് സ്പൈഡർ ഇല്ലല്ലോ, സ്പൈഡർ കടിച്ചാലില്ലേ സ്പൈഡർമാൻ ആവും. ഓക്കെ ഗീസ് അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിയാൻ പോകുന്നു ഗീസ്. ഓക്കെ ഗീസ് നിങ്ങളത് വിശ്വസിച്ചല്ലോ ഗീസ്. ഇത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്, നമ്മളെ ടാസ്ക് അല്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗീസ്. ഇത് നിങ്ങൾ ചെയ്യാനുള്ളതാണ്. അടുത്ത ഏത് സൂപ്പർ വീഡിയോ വേണമെന്ന് നിങ്ങൾ കമന്റ് ഉണ്ടോ ഗീസ്? അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ ഗീസ്. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ ഗീസ്. ഓക്കെ ഗീസ് ബൈ.